ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇനി പുതിയ നമ്മളൊരു വീഡിയോയിൽ വന്നിരിക്കുകയാണ്. ഇത് അമ്മമാർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന കുട്ടികൾക്കോ ഉള്ളതാണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് പെട്ടെന്ന് ഒന്നും പറ്റില്ല. നമ്മൾക്ക് ഒരു ചമ്മലുണ്ടാവും, എന്തൊക്കെയാണ് പറയണേന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞു വാക്കുകൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാക്ക് ഇംഗ്ലീഷിനെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കുഞ്ഞു കുഞ്ഞു വാക്കുകളായാലും അത് കുട്ടികളായാലും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാനായാലും കുഞ്ഞു വാക്കുകളിനെ പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മളവർ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ വഴിക്ക് തന്നെ നമുക്ക് അവരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അതൊക്കെ തലേദിവസം തന്നെ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യുക. ഒരു വാക്കാണെങ്കിൽ നമ്മൾ ഈ വീക്കിൽ ഒരു സെൻറ്റൻസ് എങ്കിലും നമ്മൾ അവരുടെ അടുത്ത് ഇംഗ്ലീഷിലായിട്ട് സംസാരിക്കുന്നു പറയുക. അപ്പോൾ നമ്മുടെ മലയാളം മീഡിയം പഠിച്ച കുട്ടികളായിക്കോട്ടെ, ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികളായിക്കോട്ടെ, നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ച് +2 കഴിഞ്ഞ ഒരു കുട്ടിയുടെ അടുത്ത് കുറച്ച് നേരം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് പതറും. കാരണം എന്താ വെച്ചാൽ അവർക്കത് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ മലയാളികളാണ്, നമുക്ക് മലയാളത്തിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. അവർ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഈ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഇത് മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കുഞ്ഞ് കുട്ടികളായാലും വലിയ കുട്ടികളായാലും ഒരു വാക്ക് നമ്മൾ ഡെയിലി പറയും എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് പറയാൻ ശ്രമിക്കുക. അതിപ്പോൾ പഠിക്കുന്നവരായിക്കൊള്ളുന്നില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അമ്മാവന്മാരോടൊക്കെ പറയും, നിങ്ങൾ ആ ഒരു വാക്ക് പറയൂ. അപ്പോൾ അവർ പറയും, എന്നാൽ ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങാമെന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ നമ്മൾ ഗ്രാൻഡ് പാരൻസ് ഒക്കെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ അവരെ വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അവരില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സിബ്ലിങ്സ് ആയിട്ട് പഠിക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാരോ അല്ലെങ്കിൽ പപ്പമാരോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്സിൻ്റെ പോലെ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വഴിക്കാനാണ് നമ്മളെങ്ങനെ മക്കളോട് പറയുക? നമ്മൾ എണീക്ക് പറയില്ലേ, എണീക്ക് മോനെ അല്ലെങ്കിൽ എണീക്ക് മോളെ, വേഗം ആവട്ടെ എന്നൊക്കെ നമ്മളെങ്ങനെ പറയുക? വേക്കപ്പ്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ ജസ്റ്റ് അവരുടെ അടുത്ത് വേക്കപ്പ് എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയുക? അത് വരില്ലേ? എണീക്ക്, വേഗം എണീക്കുക, അല്ലെങ്കിൽ രാവിലെ ആയി എഴുന്നേൽക്കുക എന്നല്ല പറയാം. അപ്പം അതിന് പകരം നമുക്ക് അവരോടത്ത് വേക്കപ്പ് പറയാം. അപ്പോൾ വേക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു മൂഡ് ഓഫ് അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ട് എണീക്കുമ്പോൾ ഉറങ്ങിയോ, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് യു സ്ലീപ്പ് വെൽ എന്ന് ചോദിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ പറയുമായിരിക്കാം നന്നായിട്ട് ഉറങ്ങിയിട്ടാണ് എണീക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് എന്ത് പറയാം? പല്ല് തേക്കാനായിട്ടാണ് നമ്മൾ പറയുക. അപ്പം എന്ത് പറയും? അപ്പോൾ അങ്ങനെ ഓരോ പല്ല് തേക്കേണ്ട രീതികൾ പല്ല് തേക്കാനായിട്ട് പറയണം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ത് പറയാം? നമ്മൾ വാഷ് ചെയ്യാൻ പറയാം. നമുക്ക് ആ ഫേസ് വാഷ് ചെയ്യാൻ പറയാം. പിന്നെ ചായ കുടിക്കാൻ പറയാം. പിന്നെ എന്താ പറയുക, യൂണിഫോം വെയർ ചെയ്യാൻ പറയാം നമുക്ക് സ്കൂളിൽ പോകാനായിട്ട്. പിന്നെന്താണ്, നമ്മളങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ മൈൻഡിൽ വരണതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതണം. അതായത് എന്നിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? വേക്കപ്പ് പറയാം. വേക്കപ്പ് മോനെന്നോ അല്ലെങ്കിൽ വേക്കപ്പ് മോളെന്നോ പറയാം, അല്ലെങ്കിൽ വേക്ക് മക്കളെന്നോ പറയാം. അപ്പോൾ ആ വേക്കപ്പ് പറയുമ്പോൾ ആ വാക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും ക്യാച്ച് ആയിരിക്കും. അവർ പിന്നീട് എപ്പോൾ എണീക്കാൻ പറയുമ്പോഴും അവർ അപ്പുറത്തും ഇപ്പുറത്തും പറയുമ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അത് ആ ഒരു വാക്കിന് നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ. പിന്നെ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നത് ഡിഡ് യു സ്ലീപ്പ് വെൽ എന്നുള്ളത് പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഒപ്പം ഞങ്ങളും പഠിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളും ഇതൊക്കെ പഠിച്ച് ഇതിന് നോട്ട് എഴുതി വെച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ കുറേ പണികൾ എടുത്തിട്ടാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. കുട്ടികളുടെയൊക്കെ സമയം നോക്കി അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ഉറക്കി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സെയിൻ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഞാനും സെയിൻ കൂടി ഇതൊരു വീഡിയോ ആക്കി ചെയ്യാൻ പോണത്. അപ്പോൾ അതുപോലെ എഫേർട്ട് എടുക്കുമ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ സഹകരിക്കണം. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായി എന്നുള്ളത് പറയാനായിട്ടുള്ളൊരു ഇടവരുത്തണം. പിന്നെ ചോദിക്കാം ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയാം. അത് പോയി ബ്രഷ് ചെയ്തോളൂ അവർ. അപ്പോൾ ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയുമ്പോൾ ഒരു ബ്രഷ് ചെയ്യാവുന്ന ആൾക്കറിയാം, ബ്രഷൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ടീത്ത് അവർക്കറിയാം, പല്ലാന്ന് പറയാം. ബ്രഷ് യുവർ ടീത്ത്, നിങ്ങൾ പല്ല് തേക്കുക എന്നുള്ളത് അവർക്ക് എന്തായാലും മനസ്സിലാവും. അത് അവരുടെ അടുത്ത് പറഞ്ഞു. അവർ പോയി വാഷ് യുവർ ഫേസ് പറയാം. അപ്പോൾ വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കഴുകുക. ഇനിയിപ്പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഖം. അല്ലെങ്കിൽ മുഖം എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ വരും. വാഷ് യുവർ ഫേസ് എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് പറയണേന്ന് പറയും. പിന്നെ കോംബ് ചെയ്യാൻ പറയാം. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് പറയാം, കോംബ് യുവർ ഹെയർ. അപ്പോൾ കോംബ് ചെയ്യാൻ പറയാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് റെഡി ഫോർ ദി സ്കൂൾ അങ്ങനെ പറയാം. അപ്പോൾ സ്കൂളിലേക്ക് പോകാനായിട്ട് ഗെറ്റ് റെഡി ആവാൻ പറയാം. അപ്പോൾ അവർ റെഡി ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസത്തെ കുട്ടികളെയും ഒരു മിനിറ്റ് ജയിൻ എഴുന്നേറ്റു. പിന്നെ നമ്മൾക്ക് പറയാവുന്നത് അവരുടെ അടുത്ത് യൂണിഫോം വെയർ ചെയ്യാൻ പറയാം. അപ്പം ഇങ്ങനെ പറയാം, യൂണിഫോം ഇടാൻ എങ്ങനെ പറയാം? പുട്ട് ഓൺ യുവർ യൂണിഫോം അങ്ങനെ പറയണം. പുട്ട് ഓൺ യുവർ യൂണിഫോം. അപ്പം എങ്ങനെ അവരത് ചെയ്തു തുടങ്ങും. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ആഴ്ചയിൽ 2 വാക്ക് നമ്മൾ പറയുന്നത് വിചാരിക്കുക. എന്നിട്ട് അത് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. വേഗമാവും എന്ന് പറയുമ്പോൾ ഹറിയപ്പ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചുറ്റുള്ളവർ പിന്നെ ഇപ്പം അതാണ് പറയണത്, ആ ഒരു വാക്കാണ് പറയണത്. നമ്മൾ ചിലപ്പോൾ കൂടെയുള്ളവർ പറയാം
ഒക്കെ പറയാം. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് നമ്മൾ മാറ്റുക. അപ്പോൾ ആ ഒരു മലയാളത്തിനെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ നമ്മളൊരു വാക്ക് അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും മലയാളം ആയാലും നമ്മളൊരു ജനിച്ചു വീഴുമ്പോൾ തന്നെ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അമ്മ 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 എന്ന് പറയുമ്പോഴാണ് ഇവർ അമ്മ അമ്മ പറയുന്നത്. ആ സെയിം തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. എല്ലാവരും ഈ ഒരു 3-4-5 വാക്കുകൾ എന്തായാലും ഈ വീക്ക് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഒഴിവുകൾ കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. സിയ ബൈ ബൈ പറയൂ. ബൈ ബൈ.